കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവന് മരണം സുനിശ്ചിതമാണ്. എപ്പോൾ എവിടെ വെച്ചാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ഒരു മരണവാർത്ത അറിയാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സീനുൽ ആബിദീൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഈ ലോകത്തിനോട് വിട പറഞ്ഞ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാക്കിയിരിക്കുകയാണ്. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ആ പ്രിയപ്പെട്ട ഉസ്താദിന് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് ചിന്തിക്കാനുണ്ട് ഇവിടെ. പ്രിയപ്പെട്ട മാതാവ്, ഈ ഇടയ്ക്കാണ് പ്രിയപ്പെട്ട പിതാവ് ലോകത്തിനോട് വിട പറഞ്ഞു പോയത്. അല്ലാത്ത ആ ഭാരം മുഴുവനും ഏറ്റെടുത്തപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട മാതാവിന് ക്യാൻസർ എന്ന രോഗം പിടിപെടുകയാണ്. അല്ലാഹു തആല മാതാവിൻ്റെ ആ രോഗത്തിന് അല്ലാഹു പെട്ടെന്ന് തന്നെ പരിപൂർണ്ണ ശിഫാ നൽകട്ടെ. തൻ്റെ മാതാവിന് ആ രോഗമാണെന്നറിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട പണ്ഡിതൻ തൻ്റെ പള്ളി ജോലി പോലും, കാരണം മാതാവിനെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിലേക്കും അതുപോലെ തന്നെ മാതാവിനെ പരിചരിക്കാൻ പിതാവ് ലോകത്തിനോട് വിട പറഞ്ഞല്ലോ. അപ്പോൾ ആ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം ഏറ്റെടുത്ത് ആ മാതാവിനെ നല്ല രീതിയിൽ പരിചരിച്ചു കൊണ്ടുപോയ ആ പ്രിയപ്പെട്ട പൊന്നുമകനാണ് പെടുന്നനെ ഈ ലോകത്തിനോട് വിട പറഞ്ഞു പോയത്. എന്നാലോചിച്ച് നോക്കിക്കെ, ആ ക്യാൻസർ പിടിച്ചു കിടക്കുന്ന മാതാവിന് രണ്ട് കൈയും നീട്ടി ഒരു കുറ്റമോ ഒരു കുറവോ എന്തെങ്കിലും ഒരു ചിന്താഗതിയോടെയല്ല ആ പ്രിയപ്പെട്ട ആ പൊന്നുമകൻ ഈ ലോകത്തിനോട് ആ മാതാവിനെ സ്നേഹിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ആ മാതാവിന് അല്ലാഹു തആല പരിപൂർണ്ണ ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം കൂടെ ചേർന്ന് നിന്ന പ്രിയപ്പെട്ട പൊന്നുമകൻ ഇന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു തആല ആ ഉസ്താദിന് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവ് അങ്ങനാണ്. അല്ലാഹു ചില നല്ല ആളുകൾക്ക് അല്ലാഹു തആല ചില പരീക്ഷണങ്ങൾ കൊടുക്കും. അത് അല്ലാഹുവിൻ്റെ മുന്നിൽ നാളെ വലിയ വലിയ സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഖബറിന് കൊണ്ടുവെക്കുന്ന ഖബറിടം അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കട്ടെ. കാരണം മാതാവിൻ്റെ ഒരു ദുആ മതി ആ പൊന്നുമകൻ രക്ഷപ്പെടാൻ. ആ ഉമ്മ മനസ്സറിഞ്ഞിട്ടൊന്ന് ദുആ ചെയ്താൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മമാരെ ജീവിച്ചിരിക്കുമ്പോൾ മരണപ്പെടുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. കാരണം നമുക്ക് ഉമ്മമാരുടെ ദുആയെപ്പോലെ മറ്റൊരു ദുആ ഒരിക്കലും നമുക്ക് കിട്ടൂല. അതാണ് നമ്മുടെ മാതാപിതാക്കളുടെ ദുആ എന്ന് പറയുന്നത്. അത് വലിയ പവറാണ്, ശ്രേഷ്ഠമാണ്. അല്ലാഹു തആല കുടുംബത്തിന് അല്ലാഹു പരിപൂർണമായ സുബർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ആ പ്രിയപ്പെട്ട പണ്ഡിതന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലത്തെ എല്ലാവിധ പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു തആല നമ്മളെയും നമ്മുടെ കുടുംബക്കാരെയും അല്ലാഹു സംരക്ഷിക്കുമാറാകട്ടെ.